നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പ്രസിഡന്റ് പദവി നഷ്ടമായ സിറിയൻ ഭരണാധികാരി ബഷാറുൽ അസദിന് മറ്റൊരു തിരിച്ചടി. ഭാര്യ അസ്മ അസദ് വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചുവെന്ന് പുതിയ റിപ്പോർട്ട്. നിലവിൽ റഷ്യയിൽ അഭയം തേടിയ അസദും കുടുംബവും മോസ്കോയിൽ കഴിയുന്നു എന്നാണ് വിവരം. അസ്മ മോസ്കോയിലെ കോടതിയെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നാണ് അറബ് തുർക്കിഷ് മാധ്യമങ്ങളിലെ വാർത്ത. 24 വർഷം പ്രസിഡന്റ് പദവി അലങ്കരിച്ച ബഷാറുൽ അസദ് ഈ മാസം ആദ്യ വാരത്തിലാണ് വിമതർ പിടിക്കുമെന്ന് ഉറപ്പായ വേളയിൽ സിറിയ വിട്ടത്. അസദിന് അഭയം നൽകിയെന്ന് പിന്നീട് റഷ്യ സ്ഥിരീകരിച്ചു. താൻ പോരാടുമായിരുന്നുവെന്നും റഷ്യയുടെ ആവശ്യം പരിഗണിച്ചാണ് രാജ്യം വിട്ടതെന്നും കഴിഞ്ഞ ദിവസം അസദ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു. അസദിന്റെ ഭാര്യ അസ്മ ബ്രിട്ടനിലാണ് ജനിച്ചത്. അസ്മയുടെ സിറിയൻ വംശജരായ മാതാപിതാക്കൾ ബ്രിട്ടനിലേക്ക് കുടിയേറിയതായിരുന്നു. ലണ്ടനിൽ ജനിച്ച അസ്മ തന്റെ 25-ാം വയസ്സിലാണ് സിറിയയിലേക്ക് താമസം മാറ്റിയത്. 2000-ലായിരുന്നു ഇത്. ഇതേ വർഷമാണ് ഹാഫിസുൽ അസദ് മരിച്ചതും മകൻ ബഷാറുൽ അസദ് സിറിയയുടെ പ്രസിഡന്റായതും. ഈ വർഷം തന്നെ അസ്മയും അസദും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു. 1971 മുതൽ 2000 വരെ ഹാഫിസുൽ അസദ് മരിച്ച സിറിയ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ബഷാറുൽ അസദ് അധികാരമേറ്റ വേളയിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. 2011-ലാണ് സർക്കാർ വിരുദ്ധ വിപ്ലവം തുടങ്ങിയത്. ഈ മാസം ബഷാറുൽ അസദ് രാജ്യം വിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. റഷ്യയിൽ കടുത്ത നിയന്ത്രണത്തിലാണ് അസദ് കഴിയുന്നതെന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അസദിന് അഭയം നൽകിയെങ്കിലും റഷ്യ അദ്ദേഹത്തിന്റെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മോസ്കോ വിട്ടുപോകാൻ സാധിക്കില്ല. രാഷ്ട്രീയമായ ഒരു പരിപാടികളിലും പങ്കെടുക്കാനും സാധിക്കില്ലത്രേ. പണവും ആസ്തികളും ഉപയോഗിക്കാൻ സാധിക്കാത്ത മട്ടാണ്. 270 കിലോ സ്വർണം, $2000 കോടി, 18 അപ്പാർട്ട്മെന്റുകൾ എന്നിവ അസദിന്റേതായി മോസ്കോയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടച്ചിട്ട മുറിയിൽ താമസിക്കും പോലെയുള്ള ജീവിതമാകാം അസ്മയെ വിവാഹമോചനത്തിന് പ്രേരിപ്പിക്കുന്നതെന്നും സംശയിക്കുന്നു. മോസ്കോ കോടതിയിൽ അവർ വിവാഹമോചന ഹർജി നൽകിയിട്ടുണ്ടെന്നാണ് വാർത്ത. മാത്രമല്ല, മോസ്കോ വിട്ടു പോകാനും തന്റെ ജന്മനാടായ ബ്രിട്ടനിൽ താമസിക്കാനുള്ള ആഗ്രഹവും അസ്മ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതികരണം കേട്ട ശേഷമാകും കോടതി അന്തിമ തീരുമാനമെടുക്കുക. സിറിയയുടെ ഭരണം പിടിച്ച വിമത നേതാവും ഹയാത്ത് തഹ്രീർ അൽ ഷാം അധ്യക്ഷനുമായ അബു മുഹമ്മദ് അൽ ജുലാനിയെ ഭീകര പട്ടികയിൽ നേരത്തെ അമേരിക്ക ഉൾപ്പെടുത്തിയിരുന്നു. പുതിയ പശ്ചാത്തലത്തിൽ ഇത് നീക്കിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ തലക്കിട്ടിരുന്ന വില മരവിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അസദിന് ഒരിക്കലും സിറിയയിലേക്ക് തിരിച്ചുവരവ് സാധ്യമല്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അസദിന്റെ സഹോദരൻ മാഹിറുൽ അസദിനും കുടുംബത്തിനും അഭയം നൽകാൻ തയ്യാറാകാത്ത റഷ്യൻ ഭരണകൂടം അവരെ വീട്ടുതലങ്കിലാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്.